വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ. മറ്റൊരു എന്തൊക്കെയോ നടക്കുന്നു. പറവകളുടെ വർഷമായി മാറുന്നു എന്ന് കേൾക്കുന്നു. എത്ര വർഷത്തിന് ശേഷം ടോട്ടൻഹാം ടൈറ്റിൽ അടിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗതി വീണ്ടും അധോഗതിയായി മാറിയിരിക്കുന്നു ഈ സീസണിൽ. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു. അതിനോടൊപ്പം തന്നെ ചെൽസിക്കാരൻ ഗോവ AGM മീറ്റ് ഇന്നെന്താ ദിവസം? ഇന്ന് വ്യാഴാഴ്ച. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വെള്ളിയാഴ്ച, അതായത് നാളെ ശനിയാഴ്ച നടക്കുകയാണ്. പരിപാടികളൊക്കെ ഉണ്ട്. വളരെ ലേറ്റ് ആയിട്ടെന്ന് അറിയാം. അടിപൊളി പരിപാടിയാണ്. വളരെ ലേറ്റ് ആയിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാം. എങ്ങാനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങാനും കേട്ടോ, ഞാൻ ആരും നിർബന്ധിക്കൊന്നുമില്ല. വളരെ വളരെ ലാസ്റ്റ് മിനിറ്റ് ആണ്. ഇതിപ്പോ ശരത്തപ്പാപ്പ എന്നോട് പറഞ്ഞു, ബ്രോ ആരെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ജോയിൻ ചെയ്യിപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബ്രോ, ഈ ലാസ്റ്റ് മിനിറ്റിൽ ആര് വരാനാണ്? അല്ല, വരണേന്റെ ഒന്നും അല്ല, എന്നാലും നമ്മുടെ ടീമൊക്കെ സെറ്റ് ആണ്, എല്ലാം അവിടെ പോയി അടിച്ചു വിളിക്കാന്നുള്ളതാണ്. ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റിൽ മെൻഷൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ശരത്തപ്പാപ്പയ്ക്ക് ഞാൻ കൊടുക്കാം. അതവിടെ കിടക്കട്ടെ. ഗോവയിൽ പരിപാടിയാണ്. നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ AGM എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ ഇന്ത്യ തന്നെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഞാനായിരുന്നു തന്നെ ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും വർഷ അവസാനം ഒരു AGM മീറ്റ് ഞങ്ങൾ നടത്തണം. കലാപരിപാടികളൊക്കെ കൂടെ ചേർത്തിട്ട് അത് തീരുമാനിച്ചാണ്. ഇപ്രാവശ്യം ഗോവയിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആകെ കൂടെ ഒരൊറ്റ ഫാൻ ഗ്രൂപ്പ് മാത്രം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നുള്ളതാണ് എനിക്ക് തോന്നണേ. എനിവേ, അടിപൊളി. കമോൺ ചെൽസിക്കാരൻ, ഹാവ് ഫൺ. എന്റെ എല്ലാവിധ ചീറപ്പ് ഇവിടെ നിന്നുണ്ടാവും. പിന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ട്രാൻസ്ഫർ ന്യൂസ് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അതായത് കുറെ നാള് മറ്റേ എൻസോ ഫെർണാണ്ടസിനെ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നു, സൈൻ ചെയ്തു, ഉറപ്പിച്ചു, അവനെ എടുത്തുകൊണ്ട് പോയി, അവനെ തട്ടിക്കൊണ്ടൊക്കെ പോയി എന്നൊക്കെ പറയുന്ന കുറെ വാർത്തകൾ. വിക്ടർ ഓസിമനെ മറ്റേ ഒടുക്കത്തെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒബി മൈക്കിൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞാൻ വിക്ടർ ഓസിമന്റെ അടുത്ത് സംസാരിച്ച് അവൻ റെഡിയാണ്, അവൻ ഒപ്പിടാൻ വേണ്ടി റെഡി. അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ പേപ്പറിൽ ഇട്ടാൽ മതി, അവൻ ഇങ്ങനെ സൈൻ ചെയ്യും. അത്രയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവൻ ഫാനാണ് ചെൽസിയുടെ, അവൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പോവൂ, സൈൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒബി മൈക്കിൾ ഒടുക്കത്തെ മറ്റേ പുഷ്. പിന്നെ ഇപ്പുറത്തുനിന്ന് ആരോ പറയുന്നു നമ്മൾ ഹ്യൂഗോ എറ്റിക്കിറ്റയുടെ പുറകെ പോകുന്നു, അങ്ങനെ ഒരു വ്യക്തിയുടെ പുറകെ നമ്മൾ പോകുന്നു. ഇപ്പുറത്ത് നമ്മൾ പറയുന്നു ജോനാഥൻ ഡേവിഡിനെ നമ്മൾ ദൂരത്തുനിന്ന് നോർത്ത് വിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയണു. ബെഞ്ചമിൻ സെസ്കോന്റെ പേര് ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ക്ലബിൽ എത്രത്തോളം സ്ട്രൈക്കേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിയാം ഡെലാപ്പ് ആണ് കുറെ കൂടെ അടുത്ത്. കാരണം അവന് 30 മില്യൺ റിലീസ് ക്ലോസ് ഉള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പൊ എന്തായാലും പോകാനുള്ള സാധ്യതയില്ല. കാരണം യുണൈറ്റഡിന് ഇപ്പൊ അടുത്ത കൊല്ലം UCL ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ അങ്ങോട്ട് പോകാനല്ല. ഇപ്പൊ ചെൽസിക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെൽസിക്ക് വേണ്ടി ഇനിയിപ്പോ നമ്മൾ ചെൽസി മറ്റേ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ റിലിഗേഷനിൽ പോയിരുന്ന് കളിക്കാൻ പറ്റും. ഓരോരുത്തന്മാരുടെ ഇരുന്ന് തള്ളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രക്ഷ. ലിയാം ഡെലാപ്പ് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം യങ്സ്റ്റർ ആണ്, നമുക്ക് ജാക്സനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ആണ്. അതില്ല എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. പിന്നെ വേറെ ആരുടെയോ പേര്, ഞാൻ ഈ ഇടയ്ക്ക് ആരുടെയോ പേര് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ ചുരുക്കം സ്ട്രൈക്കേഴ്സിനെയൊക്കെ പറഞ്ഞു. ഞാൻ ആരൊക്കെ വരുന്നു പിന്നെ നിസാർ കൻസല വന്ന് പറയണു കൈസഡോനെയും പാൽമറിനെയും മാത്രമേ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കി ആരെയും വില വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയട്ടാളി ഒരു അന്തവും ബന്ധമല്ലേ ട്രാൻസ്ഫർ ന്യൂസിന്. ആൾക്കാരെ ഇങ്ങനെ തള്ളി മരിക്കുകയാണ്, തള്ളി അങ്ങോട്ട് ഒരു പരുവത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 കൊല്ലത്തെ ട്രാൻസ്ഫർ ഡീലിങ്സ് നടത്തിയാൽ അറിയാം ചെൽസിയുടെ ടാർഗറ്റ് എന്താന്നുള്ളത്. അത് മനസ്സിലാക്കാണ്ട് ഇരുന്ന് തള്ളുന്ന ജേർണലിസ്റ്റുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാണോ ഇല്ലേ ബോയ്സ്? നാണം. നെഹീം എന്ന് പറഞ്ഞ നെഹീം, നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്കൊരു ഏജ് ബ്രാക്കറ്റ് ഉണ്ട്, നമുക്കൊരു സാലറി ബ്രാക്കറ്റ് ഉണ്ട്. നമ്മൾ വെർജിൽ വാൻ ഡൈക്കിന്റെ പുറകെ പോയി, കെവിൻ ഡി ബ്രൂയിന്റെ പുറകെ. ഇപ്പൊ അവർ യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സാലറി ഒന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ക്ലോസ്, അവർ പറയും വേണ്ട, നമുക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറെ തള്ളു. ഇപ്പൊ സാൻജോനെ തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിടാൻ പോകുന്നു എന്ന് പറയണു. ബാദേശിന്റെ ഫ്യൂച്ചർ എന്തൊക്കെയോ ഇതൊക്കെ കുറെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പുറകിൽ കുറെ നടക്കുന്നത്. നമ്മൾ സൈൻ ചെയ്യാൻ നമ്മൾ കുറച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി റൊമാനോ വീണ്ടും പഴയ വാർത്തകൾ തന്നെ പുതിയ രീതിയിൽ പറയുന്നു. ചെൽസി എന്തെന്നാലും ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യും, ഒരു വിംഗറിനെ സൈൻ ചെയ്യും, ഒരു വിംഗറിനെ സൈൻ ചെയ്യും. അതിനിടയ്ക്ക് ഹ്യൂസൺ സുഖമായിട്ട് റിയൽ മാഡ്രിഡിലേക്കും പോയി. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കുറെ വാർത്തകൾ, പക്ഷെ സത്യം പറയാൻ നത്തിങ് കോൺക്രീറ്റ്, ഒന്നും കോൺക്രീറ്റ് അല്ല. എല്ലാവരും അവരുടേതായ വാർത്തകൾ. റയൽ മാഡ്രിഡും റോഡ്രിഗോയും എൻസോ ഫെർണാണ്ടസും മറ്റേ ട്രാൻസ്ഫർ സ്വാപ്പ് ഡീലും ഉറപ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ച് നമ്മൾ റെഡിയാണ്. റോഡ്രിഗോ ഒപ്പിട്ടു, ആ പേപ്പർ അവൻ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചെൽസിയിൽ. ചെൽസി 105 മില്യൺ ഒക്കെ പറയണു. അവസാനം അത് പറഞ്ഞു, ഈ മൊത്തം ഡീൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ചെൽസി അതിന്റെ പുറകെ പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു.
അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ഇത്രയും റൂമേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു റൂമിലും ഒരു അർത്ഥമില്ല, ഒന്നിലും ഒരു സോഴ്സിലും ഒരു വാലിഡിറ്റി ഇല്ല. എല്ലാവരും പറയുന്ന അതേ വാർത്ത തന്നെ, അത് തന്നെ വീണ്ടും ഇട്ട് ചിലച്ചുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ കുറെ ഈ ബഹളത്തിനിടയ്ക്കൊന്നും ഞാൻ ഈ കയറി ഇടപെടാത്തത്. നമ്മൾ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യണം, നമുക്കൊരു ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എസ്താവോ വില്യമിനും കെൻഡി പേസ് വരും, നോണി മാഡോ ഒക്കെ ഓൾറെഡി നമ്മുടെ ടീമിലുണ്ട്, പെട്രോ നെറ്റോ ഉണ്ട്, കോൾ പാൽമറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു റൈറ്റ് വിങ്ങർ, ലെഫ്റ്റ് ഫുട്ടർ റൈറ്റ് വിങ്ങറിനെ സൈൻ ചെയ്യണം എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ഇനി ഒരു സെന്റർ ബാക്കിനെയും കൂടെ വേണം, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ ഉള്ള എല്ലാ പ്ലേയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു, നമ്മൾ അവരെയൊക്കെ പോയി സൈൻ ചെയ്യുന്നൊന്നും ഇല്ലാണ്ടാവില്ല. പിന്നെ സ്വാഭാവികം ഒരു സ്കൗട്ട് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അവരെല്ലാ പ്ലേയേഴ്സിന്റെയും പ്രൊഫൈൽ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ലോകത്ത് 10 സ്ട്രൈക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 സ്ട്രൈക്കേഴ്സിന്റെ പ്രൊഫൈൽ അവരുടെ കയ്യിൽ ഉണ്ടാവും. ആ പ്രൊഫൈൽ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ നോക്കുന്നു, അതൊക്കെ വളരെ കോമൺ സെൻസ്. ഇത് ആർസണലിനും ഉണ്ടാവും, യുണൈറ്റഡിനും ഉണ്ടാവും. എന്ത് പറയുന്നു, ഇതില് മറ്റേ ചാമ്പ്യൻഷിപ്പിലോ വേറെ എവിടെയെങ്കിലും കളിക്കുന്ന ടീമിനും ഉണ്ടാവും, ഇപ്പൊ സ്വാൻസി ഉണ്ടാവും, ബേൺ, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ആ ലിസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആ ലിസ്റ്റിന്റെ പറഞ്ഞാൽ എല്ലാവരുടെയും പുറകെ നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല. ആ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ നോക്കും, ഓക്കെ ഹൂ സൂട്ട്സ് അസ്, നമ്മുടെ പ്രായത്തിന്റെയും നമ്മുടെ വേജ് ബില്ലിലും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അവസാനം അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഗുഡ് തിങ് ഈസ് ഒരുപാട് പേര് എക്സ്പെൻസീവ് അല്ല. 100 മില്യൺ ഒന്നും ആരും ഇപ്പൊ ചോദിക്കുന്നില്ല. ഈവൻ ദോ 60 to 75 മില്യൺ ഇസ് സ്റ്റിൽ എക്സ്പെൻസീവ്. എന്നാലും അത് മോർ ഓർ ലെസ് അഫോർഡബിൾ ആയിട്ടുള്ള കുറെ ഈ പറയുന്ന പ്ലേയേഴ്സ് ഇന്ന് സ്ട്രൈക്കേഴ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മൾ അതിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പോകുന്നത്. തള്ളിയിരുന്ന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ടോപ്പ് 4 കയറാനുണ്ട്. നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് നമുക്കൊരു ഫൈനൽ പോലുള്ള ഒരു മത്സരമുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ തലവേദനയില്ല. പക്ഷെ നമ്മൾ എവയാണ് കളിക്കാൻ പോകുന്നത്, അപ്പൊ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോൺഫറൻസ് ലീഗ് ഫൈനൽ ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു യൂറോപ്യൻ ടൈറ്റിൽ വലുതായിട്ട് ആഘോഷിക്കാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് തള്ളാനായിട്ട് കുറച്ചെങ്കിലും ഒരു സാധനം കിട്ടും. കുറച്ച് പേരെ നമുക്ക് ചൊറിയാനായിട്ട് ഒരു സാഹചര്യം കിട്ടും. ഇന്നങ്ങനെ തോറ്റു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരിട്ട് തൂക്കി എടുത്തിട്ട് അടിക്കും. അതും ഒരു പോസിബിലിറ്റിയാണ്. അങ്ങനെ പല വാർത്തകൾ പല രീതിയിൽ പല തരത്തിൽ ഇങ്ങനെ അവിയലും സാമ്പാറും പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ തിളയ്ക്കുന്ന ചെൽസി സ്ട്രൈക്കറിന്റെ കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നത്തിങ് കോൺക്രീറ്റ്, ഒന്നിലും കോൺക്രീറ്റ് അല്ല. എല്ലാവരും പഴയ വാർത്തകൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് ഇടുന്നു. അതേ സംഭവങ്ങൾ തന്നെ ട്വിറ്ററിലും 10 പേര് അത് ട്വീറ്റ് ചെയ്യുന്നു. അത് ട്വീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അത് വായിക്കുന്നു. ഇങ്ങനെ ഇരുന്ന് തള്ളി മരിച്ച ഒരു പണ്ടാറങ്ങണമെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു സത്ത് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ചുമ്മാ ഇത് ഇംഗ്ലീഷും അതെ, ജോർജ് ബെൻസണും ഇത് തന്നെ ചെയ്യുന്നു, നീനി FC ഇത് തന്നെ ചെയ്യുന്നു, യൂണിസ്റ്റോക്സ് ഫുട്ബോളും ഇത് തന്നെ ചെയ്യുന്നു. എല്ലാവരും ഇതേ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുത്തൻ്റെ ഒരു കോൺക്രീറ്റും ഇല്ല. അലക്സ് കോൾബർഗും ഇങ്ങനെ പറയുന്നു, ഒന്നിനും ഒരു കോൺക്രീറ്റ് ന്യൂസും ഇല്ല. എല്ലാവരും ഇടുന്ന സാധനം മസാലയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മരിക്കണമെന്നുള്ളൂ. എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ഒരു സോളിഡ് ആയിട്ടൊരു ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സ്ട്രൈക്കേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അത് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെ പോലും ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതുവരെ മച്ചാനെ ബോസ്, നമുക്ക് പ്രീമിയർ ലീഗ് നോക്കാനുണ്ട്, അത് നമുക്ക് കാണണം. നമുക്ക് ടോപ്പ് 4 എത്തണം. ചെൽസിക്കാരന്റെ AGM ഗോവ മീറ്റ്, അതിന്റെ ഡീറ്റെയിൽസ് വിശേഷങ്ങളുമായിട്ട് വേറെ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് in the comment section. Signing off, SK.